ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ടീച്ചർ എന്നൊരു തുടക്കത്തെക്കുറിച്ച് മക്കളെ ഓർമ്മിപ്പിക്കാനാണ് വന്നത്. നമ്മളിപ്പോൾ ഒരു തുടക്കത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. പുതിയൊരു അക്കാഡമിക് ഇയർ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കുറേ തീരുമാനങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളും പുതിയൊരു തുടക്കത്തിലാണുള്ളത് അല്ലേ. അപ്പോൾ എന്തൊക്കെ തീരുമാനങ്ങളാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കാഡമിക് ഇയർ ആണ്. നമ്മൾ എന്താവണം എന്ന് തീരുമാനിക്കുന്ന, ഓൾറെഡി അതൊക്കെ തീരുമാനിച്ചിട്ടുള്ള പുതിയ നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പുതിയൊരു വർഷം അല്ലെങ്കിൽ പുതിയൊരു അക്കാഡമിക് ഇയറിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അല്ലേ. അപ്പൊ 2026 മാർച്ച് മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. തീർച്ചയായിട്ടും SSLC പരീക്ഷയെക്കുറിച്ചാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ പഠിച്ച് അല്ലെ, എങ്ങനെയെങ്കിലും ഒക്കെ 10ാം ക്ലാസ് പാസ്സായിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഫുൾ A+, ഫുൾ മാർക്കൊക്കെ നമുക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫുൾ മാർക്കൊക്കെ നമുക്ക് വെറുതെ കിട്ടുമോ? ഇല്ല അല്ലെ. നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? വളരെ അടിപൊളിയായിട്ട് അല്ലെ, വളരെ തുടക്കത്തിലേ തന്നെ എന്ത് ചെയ്യണം? വളരെ അല്ലെ ഓരോ സ്റ്റെപ്പായിട്ട് വെച്ചിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു തുടങ്ങണം. അപ്പം നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു സ്വപ്നമൊന്നും അല്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു കിട്ടാക്കനിയൊന്നും അല്ല ഈ ഫുൾ A+ എന്നൊന്നും പറയുന്നത്. പക്ഷെ നമുക്ക് പേടിയാണ്. നമ്മളുടെ ഉള്ളിലുള്ള ഈ ഭയമാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയാക്കി മാറ്റി തീർക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം. നമ്മൾ അത്ര മോശക്കാരൊന്നും അല്ല. ടീച്ചർ പറഞ്ഞതുപോലെ ഫോക്കസ്ഡ് ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഇതൊക്കെ പറയാൻ ഭയങ്കര ഈസിയാണ്. ടീച്ചർക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മതി, ഉപദേശിക്കാൻ ആർക്കും പറ്റും എന്നൊക്കെയല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഉപദേശിക്കുക മാത്രമല്ല, അതിൻ്റെ സൊല്യൂഷനും കൊണ്ടാണ് ടീച്ചർ വന്നത്. എവിടെ തുടങ്ങും, എങ്ങനെ തുടങ്ങും, അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും നിങ്ങൾക്കുണ്ടോ? അസ്ത്രയുടെ ആദ്യത്തെ ബാച്ച് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? നമ്മൾ ഫുള്ളായി അല്ലേ. അസ്ത്ര 2.0 എന്ന് പറയുന്ന രണ്ടാമത്തെ ബാച്ചും ഓപ്പണായി ഏകദേശം ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സാധ്യതകളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുതിയ അല്ല അസ്ത്ര ബാച്ച് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ എന്ത് തരത്തിലുള്ള, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് കുട്ടികളുള്ള ഒരു ക്ലാസ്സിലിരുന്നാൽ നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ അല്ലേ, നമ്മുടെ ഓരോരുത്തരുടെയും സംശയം തീർക്കാനൊക്കെ ചിലപ്പോൾ അല്ലേ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ഓരോ ടീച്ചേഴ്സും എല്ലാ സബ്ജക്ട്സും നമ്മളുടെ മുമ്പിൽ വന്നിരുന്ന് നമ്മളോട് പറയുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉള്ളത്. അതേപോലെ ഇപ്പോൾ മഴയാണ്, ഇപ്പോൾ ഇന്നലെ ലീവായിരുന്നു അല്ലെ, ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ലീവായിരിക്കും. അപ്പോൾ ലീവ് ആവുന്നത് അവസരമായിട്ട് കണ്ടിട്ട് നമ്മൾ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പരീക്ഷ വേറെ ആരും വന്നിട്ട് എഴുതുമോ? ഇല്ല, നമ്മൾ തന്നെ എഴുതണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ അവസരങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന അവസ്ഥകളൊക്കെ അവസരങ്ങളായി കാണാതെ അവിടെയൊക്കെ നമ്മൾ പഠിക്കാനുള്ള അല്ലേ, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട സമയത്ത് തന്നെ പഠിക്കണം. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് മഴയും കാറ്റൊന്നും ഇല്ലല്ലോ. നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ക്ലാസ്സുകളുണ്ട് അല്ലേ. ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട്. അതേപോലെ എല്ലാ വിഷയങ്ങളും, ഇപ്പോൾ മലയാളം ഉൾപ്പെടെ ഹിന്ദി ഉൾപ്പെടെയുള്ള എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് അല്ലേ ഈ ആപ്പുകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ അസ്ത്ര ബാച്ചിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഒരു വിഷയത്തിന് തന്നെ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് പഠിക്കേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടില്ലേ? നമുക്കറിയാം നമ്മുടെ ചുറ്റും എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ പൈസയിൽ അല്ലേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? നമുക്ക് പഠിക്കാൻ പറ്റുന്നു. അതേപോലെ കോൺസെപ്റ്റ്, ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠന രീതി, ഒരുപാട് തരത്തിലുള്ള എക്സാമുകൾ. എന്തിനാണ് ഈ പരീക്ഷകൾ നമ്മൾ എഴുതുന്നത്? പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴാണ് പുതിയ തരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ പഠന രീതി മാറുന്നത് അല്ലേ. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നത് അല്ലേ. അങ്ങനെ എല്ലാ തരത്തിലും, ഇപ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും ആവറേജ് ആണെങ്കിലോ കുറച്ച് ബാക്കിലേക്കുള്ള, അതായത് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്കാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് ആപ്പിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. നമുക്ക് പബ്ലിക് ലൈവുകളും ക്ലാസ്സുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ആപ്പിലുള്ളതുപോലെ പരീക്ഷയും അതേപോലെ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളൊന്നും ചിലപ്പോൾ എവിടെ ഉണ്ടാവില്ല, പബ്ലിക് ലൈവുകളിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ആപ്പ് ലൈവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആപ്പ് അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് അല്ലേ നിങ്ങൾക്ക് ഏറ്റവും കൃത്യമായ രീതിയിൽ നമ്മളെ ഈ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒന്ന് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഇനിയും നിങ്ങളുടെ അവസരങ്ങൾ മിസ്സാക്കാതെ ഏറ്റവും പെട്ടെന്ന് തന്നെ അല്ലേ, നമ്മളൊരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടിയിട്ടൊന്നും കാത്തു നിൽക്കാതെ എന്ത് ചെയ്യണം? ഏറ്റവും പെട്ടെന്ന് ഏറ്റവും അടുത്ത നിമിഷം തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് അല്ലെ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാധ്യമാവുന്ന അല്ലെ ഒരു വർഷമാവണം, ഒരു അക്കാഡമിക് ഇയർ ആവണം ഇതെന്നുള്ളതാണ് ടീച്ചറുടെയും ആഗ്രഹം. അപ്പോൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ അതിന് വേണ്ടി ശ്രമിച്ചു തുടങ്ങുക. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് വേഗം തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക.